ബാബു സക്കാത്തിൻ നബാത്തി കൃഷിയിലുള്ള അല്ലെങ്കിൽ ഭൂമിയിൽ വളർന്നു വരുന്ന വസ്തുക്കളുടെ സക്കാത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. യാ നാബിത്തി മിന ഷജരിൻ വ സറഇൻ, അത് വളർന്നു വരുന്നത് മരമായാലും അതുപോലെ തന്നെ കൃഷിയായാലും അതിൻ്റെയൊക്കെ സക്കാത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ ഇനങ്ങളിലാണ് സക്കാത്ത് ഉള്ളത്, പിന്നെ എത്രയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് കാര്യമായിട്ട് ചർച്ച ചെയ്യുക. അപ്പോൾ അതിന് പ്രത്യേകത തഖ്തസുബിൽ കൂത്തി, നാട്ടിൽ സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രമേ ഈ സക്കാത്തുൻ നബാത്ത് വരുള്ളൂ, കൂത്തായിട്ട് ഉപയോഗിക്കണം. അത് ഏതൊക്കെ? സിമാറിന്ന്, പഴങ്ങളിൽ നിന്ന് അത് റുതബു വൽ ഇനബു, കാരക്ക, മുന്തിരി, ഈ രണ്ടെണ്ണേ ഉള്ളൂ. രണ്ടാമത്തെ മിനൽ ഹബ്ബി, ധാന്യങ്ങളിൽ നിന്ന് അൽ ഹിന്തത്തു വ ഷഈറു വൽ അറുസു, ഹിന്തത്ത് പറഞ്ഞ ഗോതമ്പ്, ഷഈർ ബാർലി, വൽ അറുസു അരി. ബി ഫത്തിൽ ഹംസത്തി വൽ ഉമ്മറായി വ തസ്ദീദി സായി ഫി അശ്ശരി ലുഗാത്തി വൽ അദസു, അതുമാതിരി തന്നെ പയർ. വസായിറുൽ മുഖത്താത്തി ഇഖ്തിയാറൻ, ഇഖ്തിയാറിൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ കൂത്തായിട്ട് ഉപയോഗിക്കുന്നുവോ അതെല്ലാം. അത് ഉദാഹരണക്ക് ദർറത്തി, ചോളം, വൽ ഹിമ്മസി, കടല, വൽ ബാക്കില്ലായ്, ബീൻസ്, മെന്തന ദഹനി, തെന, വൽ ജൽബാനി. ജൽബാനി എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പയറാണ്, ഒരു ഡിക്ഷണറിയിൽ മൊച്ചക്കൊട്ടപ്പയർ എന്നൊക്കെ കാണുന്നത്, അതായത് ഒരു പയർ. അപ്പോൾ അതുപോലെ നമ്മൾ സാധാരണ കൂത്തായിട്ട് നമ്മളെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളിലാണ് ഈ സക്കാത്തുൻ നബാത്ത് വരുള്ളൂ. ഫതജിബു സക്കാത്തു ഫി ദാലിക, ഇതിലൊക്കെ സക്കാത്ത് നിർബന്ധമാവുലി വറൂദിയ ഫി ബാലിഹി, അതിൻ്റെ ഈ ഇനങ്ങളുടെ ചിലതിലൊക്കെ എന്തുണ്ട്, ഹദീസുകളിൽ വന്ന ഇനങ്ങളായതുകൊണ്ട് ലാത്തിയ ഇനി വരാൻ പോകുന്ന വൽ ഹക്കബിൽ ബാക്കി, ബാക്കിയുള്ളത്, അതായത് ബാല് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഹിന്തത്ത് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ അറുസു വന്നിട്ടുണ്ടാവും, ബാക്കിയുള്ളതും കൂടി എന്ത് ചെയ്യുന്നു, അതിലേക്ക് ചേർക്കുന്നു. വലാ തജിബു ഫി സിംസിമി വത്തീനി, അപ്പോൾ അത് എള്ളിലോ അതേപോലെ തന്നെ അത്തിപ്പഴത്തിലോ, ജൗസ് നമുക്കറിയാം അക്രോട്ടുണ്ട്, ലൗസ് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ബദം, റുമ്മാനി എന്ന് പറഞ്ഞാൽ ഉറുമാൻ പഴം, തുഫ, ആപ്പിള്, ഇതിലൊന്നും ഇതുപോലുള്ള ഒന്നും എന്തില്ല ഈ സക്കാത്ത് നിർബന്ധമില്ല. അതിലൊക്കെ ഒരേ കൗല്, ഒറ്റ കൗലുള്ള ഖിലാഫില്ല എന്നർത്ഥം. ഫിൽ ഖദീമി തജിബു ഫി സൈത്തൂനി, ഖദീമിൽ എന്ത് തജിബു നിർബന്ധമാണ്. ഫി സൈത്തൂനി, സൈത്തൂൻ പറഞ്ഞാൽ എന്ത് സൈത്തൂന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, ആ ഒരു സെയ്ത്തുങ്കായ് അല്ലേ. പിന്നെ അതേമാതിരി തന്നെ സാഫറാൻ, കുങ്കുമം, വർസ്, മഞ്ഞൾ, അതിലൊക്കെ നിർബന്ധമാണ് എന്നാണ് ഖദീമിൽ പറയാം. ബി സുക്കൂനി റായി ഓ ഷബീം ബി സാഫറാൻ, സാഫറാൻ്റെ പോലെ തന്നെയാണ് മഞ്ഞൾ സാധനം വരുന്നത്. തന്നെ ബി കസരിൽ കഫ കിർത്തുമി, അതേമാതിരി തന്നെ കുർത്തുമും ഒക്കെ രണ്ടും വായിക്കും. അങ്ങനെ പറഞ്ഞാലും കുങ്കുമം തന്നെയാണ്, വേറെ ഐറ്റം കുങ്കുമം. അതുപോലെ അസ്ലി തേൻ, പിന്നെ നഹിൽ നിന്നുള്ള ഈ തേനും. അതേമാതിരി തന്നെ റുവിയ അൽ അവ്വലു അൻ ഉമർ റളിയല്ലാഹു അൻഹു, ഇതിലിപ്പോൾ ഒന്നാമത്തെ സൈത്തൂൻ്റെ വിഷയം ഉമർ റളിയല്ലാഹു തൊട്ടിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒമാ ബാദു ഖല സഫറാൻ അൻ അബീ ബക്കർ റളിയല്ലാഹു അൻഹു, അതല്ലാത്ത ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തൊട്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൗലു സഹാബിയാണല്ലോ അതിൻ്റെ തെളിവായിട്ട് വരുന്നത്, അതും ഹുജ്ജത്താണ് ഖദീമിൽ, അതുകൊണ്ട് അതിൽ നിർബന്ധമാണ്. വക്കീസ ഫിയ സഫറാനു അലൽ വർസി, അപ്പോൾ വർസിൻ്റെ മേലിൽ സഫറാനോടെ എന്ത് ചെയ്തിട്ടാണ്, എന്താണ് കിയാസാക്കിക്കാണ്. വത്തറസൂബി കൈദിൽ ഇഖ്തിയാരി അമ്മ യുക്താദു ഫി ഹാലിൽ ദറൂറത്തി, ഈ ഇഖ്തിയാറിൻ്റെ സമയത്ത് എന്താണ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർ സൂക്ഷിച്ചു എന്ത് ലറൂറത്തിൻ്റെ സമയത്ത് നമ്മൾ ചിലപ്പോൾ കൂത്തായിട്ട് ഉപയോഗിക്കുന്ന, അപ്പോൾ ഹബ്ബ്, ഹംലൽ, ആട്ടങ്ങൻ്റെ ഹബ്ബ്, തന്നെ ഓസൂൽ എന്ന് പറഞ്ഞാൽ എലന്തക്ക, അപ്പോൾ അതിൻ്റെ ഹബ്ബൊക്കെ പോലെ അതൊന്നും നമ്മൾ സാധാരണ കൂത്തായിട്ട് ഉപയോഗിക്കാത്തതാണ്. അത്യാവശ്യ ഘട്ടങ്ങളത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ സക്കാത്തില്ല. അമിനൽ അഹാദീഥി മാ റവ അബൂ ദാവൂദ് തുർമുദി ഇബ്നു ഹിബ്ബാൻ ഇതാബ് ബിൻ ഉസൈദ് ബി ഫത്തിൽ ഹംസത്തി ഇതാബ് ബിൻ അസീദ് ഖാല അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഖ്രിസൽ ഇനബ കമാ യഖ്റസുൻ നഖ്ലു, ഇനബ് മുന്തിരിക്ക് ഹർസ് നടത്താൻ, എന്താണ് മതിപ്പ് നടത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, ഏതുപോലെ കമാ യഖ്റസുൻ നഖ്ലു, നഖലിന് ഈത്തപ്പനക്ക് നമ്മൾ ഹർസ് നടത്തുന്ന പോലെ മുന്തിരിക്കും ഹർസ് നടത്താം. എന്നിട്ട് സക്കാത്തു, ഇതിൻ്റെ സക്കാത്ത് സ്വീകരിക്കപ്പെടാനും ബി സബീബൻ, ഉണക്കമുന്തിരിയായിട്ട്, കമാ ദോഹദ് സക്കാത്തു നഖലി, ഈത്തപ്പഴത്തിൻ്റെ സക്കാത്ത് സ്വീകരിക്കുന്നത് പോലെ തമ്രൻ, ഉണക്കക്കാരൊക്കെ ആയിട്ട്.
അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതായിട്ടുള്ള ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ്, തുർമുദി, ഇബ്നു ഹിബ്ബാൻ എന്നിവരൊക്കെ കിതാബുൻ അസീദ എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമാ റവൽ ഹാക്കിമു വഖാല ഇസ്നാദു സഹീഹുൻ അൻ അബി മൂസൽ അശ്ശരി അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലഹു വലി മുആദ് ഹീന ബഅസഹുമാ ഇലൽ യമൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിനോടും അതുമാതിരി തന്നെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോടും രണ്ടാളെയും യമനിലേക്ക് പറഞ്ഞേക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, അതിൻ്റെ ഇസ്നാദ് സ്വഹീഹാണെന്ന് ബഹുമാനപ്പെട്ട ഹാക്കിം എന്നവർ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താ ലാ തഖുദ സദഖത ഇല്ലാ മിൻ ഹാദിൽ അർബഅത്തി, ഈ 4 എണ്ണത്തിൽ നിന്നല്ലാതെ നിങ്ങൾ സക്കാത്തിനെ സ്വീകരിക്കാൻ പാടില്ല. ഷൈർ വൽ ഹിൻതത്തു വൽ തംറു വൽ സബീബ്, അവിടെ ബാർലി, അതേമാതിരി തന്നെ ഗോതമ്പ്, കാരക്ക, മുന്തിരി 4 പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ഹസർ ഇത് മാത്രമേ പറ്റുള്ളൂ പറഞ്ഞാൽ ഇലാഫിയാണ്. കാരണം അത് ആ യമനിൽ ഇപ്പോൾ അത് എന്തായിട്ടുള്ളൂ ആ സമയത്ത് കൂത്തായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ഇലാഫിയാണ് എന്നർത്ഥം. ഇലാഫി ആണെങ്കിൽ മനസ്സിലായിട്ട് ആപേക്ഷിക്കാണ്, അതായത് ആ നാട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞതില്ല. ലിമാ റവൽ ഹാക്കിമു വഖാല സ്വഹീഹുൽ ഇസ്നാദ്, ഹാക്കിം എന്നൊരു വേറൊരു റിവായത്തുണ്ട്, അതും സ്വഹീഹുൽ ഇസ്നാദ് മാദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ സഖത്തി അസ്സമാഉ വസ്സൈലു വൽ ബഅലു വൽ ഉശ്റു, ആകാശം കുടിപ്പിച്ചത് അല്ലെങ്കിൽ വെള്ളപ്പാച്ചിൽ അത് കുടിപ്പിച്ചത്, അല്ലെങ്കിൽ ബഅല് എന്ന് പറഞ്ഞാൽ ഈ മഴവെള്ളം കെട്ടി നിന്നിട്ട് അത് വറ്റാത്ത പുഞ്ചപ്പാടം എന്നൊക്കെ പറയാം, അങ്ങനത്തെ ആ സ്ഥലം അതിനെ ബയൽ എന്ന് പറയാം. എല്ലാ സമയത്തും അതിന് നനവുള്ളതുകൊണ്ട് നനയ്ക്കേണ്ട ആവശ്യമില്ലാത്ത പാടം അല്ലെങ്കിൽ പറമ്പതിനെ എന്താ പറയുക, ബയൽ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഭൂമിയിൽ ഉണ്ടാവുന്ന കൃഷിക്ക് അൽ ഉഷുറു അതിൻ്റെ 10 കൊടുക്കണം. വഫീമ സുഖിയ ബിൻ നലഹിൻ്റെ, അതായത് നമ്മൾ കഷ്ടപ്പെടാന്നല്ല നനച്ച് കണ്ട് കുടിപ്പിക്കുന്നത്, അതിന് നിസ്ഫുൽ ഉഷുരി, അതിൽ 10 പകുതി, അതായത് 20 കൊടുക്കേണ്ടത്. വൈനമായക്കൂന്ന് ദാലിക ഫി തംരി വൽ ഹിൻതത്തി വൽ ഹബൂബി. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവൽ സാധാരണ തമ്രിൽ, അതേമാതിരി തന്നെ ഗോതമ്പിൽ, ഹബ്ബിലാണ്. അമ്മൽ കിസ്സാവ് വൽ ബിത്തി വൽ ഉറുമാനു വൽ കൽബു ഫാഫുവൻ. അപ്പോൾ ഇതിലുള്ള കക്കരിക്ക, അതേമാതിരി തന്നെ വത്തക്ക, റുമ്മാന്, അതേമാതിരി തന്നെ കൽബ് നമ്മൾ പച്ചക്ക് തിന്നുന്ന ഒരു ചെടിയാണ്. ഫാഫുവൻ, അതിനെ തൊട്ടൊക്കെ അഫുവാണ്. അഫാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അല്ലാഹു തആല അഫുവ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അഫാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ സക്കാത്ത് അഫുവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കണ്ട എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ കൽബ് പറഞ്ഞ ബിസുക്കൂനിൽ മോചമത്തെ റത്തുബത്തു ബിസുക്കൂനെ തോയ്, അതായത് പച്ചക്ക് തിന്ന ഒരു ചെടിയാണ്. നിസാബു ഹംസത്ത് ഔസുക്കിൻ, എൻ്റെ നിസാബ് അത് 5 വസ്കാണ്. ഫലാ സക്കാത്ത് ഫി അഖല്ലി മിന്ന, അതിനേക്കാൾ കുറഞ്ഞതിൽ സക്കാത്ത് ഉണ്ടാവില്ല. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ഫീമാ ദൂന ഹംസത്തി ഔസുക്കിൻ സദഖ, 5 വസ്കിൽ കുറഞ്ഞതിൽ സക്കാത്തിൽ. റവാഹു ശൈഖാനി വഫി റിവായത്തിൽ മുസ്ലിമിൻ ലൈസ ഫി ഹബ്ബിൻ വലാ തംറിൻ സദഖത്തുൻ ഹത്താ യബ്ലുവ ഹംസത ഔസുക്കിൻ, ഹബ്ബിലോ തംറിലോ സക്കാത്തില്ല ഹത്താ യബ്ലുവ എത്തുന്നത് വരെ, ഹംസത ഔസുക്കിൻ 5 വസ്ക് എത്തുന്നത് വരെ. വഹിയ അത് അൽഫുൻ വസിത്തുമിഅ റിത്തലിൻ ബഗ്ദാദിയത്തിൻ, അത് 1600 റാത്തലാണ്. റാത്തൽ കണക്ക് പ്രകാരം 1600 ബഗ്ദാദിയ റാത്തൽ കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ദിമഷ്കിയ റാത്തലിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്ട്, അതോടെ കേട്ടപ്പോൾ 1600 റാത്തലാണ് ഇത് വരിക. അപ്പോൾ അങ്ങനെ അത് വരുന്നത് ലിയന്നൽ വസ്ക, ഒരു വസ്ക് എന്ന് പറഞ്ഞാൽ 5 വസ്കല്ല നമ്മൾ പറഞ്ഞത്, അതിൽ ഒരു വസ്ക് 60 സ്വ വരിക. നമുക്ക് പിന്നെ ഒരു സ്വ എത്രയെന്ന് പറയാം അല്ലേ, നമ്മൾ കഴിഞ്ഞ ഫിത്ർ സക്കാത്തിൻ്റെ ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നോക്കി കമാറവാഹു ഇബ്നു ഹിബ്ബാൻ വയറുഹു ഫിൽ ഹദീസ് സാബിഖ്, മുമ്പുള്ള ഹദീസിൽ പറഞ്ഞ മാതിരി അതിൽ 60 സ്വ ആണ്, 60 സ്വ ആണ് ഒരു വസ്ക്. വസ്വാഹു, ഒരു സ്വ ആണെങ്കിലോ അർബാത്തു അംദാദിൻ, 4 മുദ്ദാണ്. അത് കമാവോ മാലൂമിന് അറിയപ്പെട്ടതാണല്ലോ, കാരണം അധിക ഇതിലും സ്വ നമ്മൾ ഒരുപാട് ഇതിൽ പഠിച്ചതുമാണ് അല്ലേ, ഒരുപാട് ഇതിൽ കൊടുക്കാനുള്ളതാണ്. വൽ മുദ്ദും, ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ റിത്തുലുൻ വ സുലുസുൻ ബിൽ ബഗ്ദാദി, റിത്തുലുൻ ഒരു റാത്തലും സുലുസുൻ ഒരു റാത്തലിൻ്റെ 1/3 ബിൽ ബഗ്ദാദി കണക്ക് പ്രകാരം. നമ്മൾ ബഗ്ദാദി അല്ലേ, റാത്തൽ ബഗ്ദാദി ആണല്ലോ ഇവിടെ കണക്ക് കൂട്ടണേ. അപ്പോൾ കുദ്രത്ത് ബി, അതുകൊണ്ട് കണക്കാക്കപ്പെട്ടു. ലെന്നോ റിത്തുലു ഷറൈ, സാധാരണ റാത്തൽ ഷറയിൽ അതാണ് ഉപയോഗിക്കാറുള്ളത്. കാലുൽ മൊഹിബു തബിരി, അതാണ് ബഹുമാനപ്പെട്ട മൊഹിബു തബിരി എന്നവർ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഇത് 1600 അൽഫും വസിത്തുമിയാരിത്തലു ബഗ്ദാദിയ എന്നല്ല നമ്മൾ പറഞ്ഞത്. 1600 എന്താണ് റാത്തലാകുന്നത് എങ്ങനെയാണ് 5 വസ്ക് പറഞ്ഞാൽ. അപ്പോൾ നോക്കി നമ്മൾ പറഞ്ഞു ഒരു മുദ് എന്ന് പറഞ്ഞാൽ വൽ മുദ്ദു റിത്തുലുൻ വസുലുസുൻ, ഒരു റാത്തലിൻ്റെ 1/3 അപ്പോൾ 1.333 വെക്കാം. അതല്ല 1/1 എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത് എന്താണ് 3 പോയിൻ്റ് ഇടാൻ കാരണം സാധാരണ 1000ക്ക് വെച്ചിട്ട് 1000. അപ്പോൾ അത് ഇൻറ്റു ഇതാണ് ഇപ്പോൾ ഒരു മുദ്ദ് അല്ലേ. ഇത് 4 ആയാലാണ് ഒരു സോ ആകുക. ഇനി എത്ര സോ ആണ്? 60 സോ ആണ് ഒരു വസ്ക് അല്ലേ. ഇനി അത് എത്ര വസ്ക് പറഞ്ഞത് 5 അല്ലേ. ഓക്കെ, അപ്പോൾ 1599.6. അപ്പം അത് എന്ത് 1600ക്ക് റൗണ്ട് ഓഫ് ചെയ്യും. ഓക്കെ, അതിനാണ് 1600 റാത്തലാണ് ബഗ്ദാദിയ കണക്ക് പ്രകാരം എന്ന് പറഞ്ഞത്. ലിയന്നൽ വസ്കോ അതാണ് ഇപ്പോൾ പറഞ്ഞത് വരെ പറഞ്ഞ കണക്ക്. ഇനി അബി ദിമഷ്കി കണക്ക് പ്രകാരം 346 റിത്തുലൻ. സലാസമി പറഞ്ഞാൽ 346 റാത്തലാണ്. എന്താ എത്ര വ്യത്യാസം ഉണ്ടല്ലേ. മറ്റേ 1600 റാത്തലും ഇത് 346 റാത്തലും. സുലിസാനി 346 പിന്നെ 2/3 346 2/3 കേട്ടോ. അതായത് 6 പോയിൻറ്റ് വരുമ്പോൾ 0.666 ആവും. പിന്നെ ലിയന്ന റിത്തുലു ദിമഷ്കി സിത്തും ദിർഹം. നമ്മൾ ദിമഷ്കി റിത്തിൽ വെച്ച് നോക്കുമ്പോൾ എന്ത് അത് 600 ദിർഹമാണ് വരിക. എന്നാൽ റിത്തുലു ബഗ്ദാദിയോ അത് വെറും 130 ദിർഹം 130 ദിർഹം. അതായത് ഈ റിത്തിൽ എന്നുള്ള ഒന്നും കൂടി അതിൻ്റെ ചെറിയ കണക്ക് പ്രകാരം വെച്ച് നോക്കുമ്പോൾ അത് ദിമഷ്കിലും ബഗ്ദാദിയിലും വ്യത്യാസമുണ്ട്. ഒരു റിത്തിൽ എന്ന് പറഞ്ഞാൽ അത് ദമസ്കസ് വെച്ച് നോക്കുമ്പോൾ അത് 600 ദിർഹം കിട്ടും. എന്നാൽ പക്ഷേ ബഗ്ദാദത്തെ റിത്തിൽ പറഞ്ഞാൽ വളരെ കുറവാണ്. അത് എത്രയാണ്? 130 ദിർഹമുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ 1600 × 130 ചെയ്ത് നോക്കുക അല്ലേ. ഫിമാജുറബു ഫി അൽഫിയും വസിത്തി അപ്പോൾ 1600 റാത്തലാണ് നമ്മൾ പറഞ്ഞത്. അതിനെ നമ്മൾ 130 ദിർഹമൊക്കെ ഗുണിച്ച് നോക്കാം. 130 പറഞ്ഞത്. അപ്പോൾ 2,80,000 കിട്ടും. എന്താ തബുലു ദഫത്തുറബു ഫി അൽഫിയും വസിത്തിമിയ, അത് 1600 നമ്മൾ ഗുണിക്കുന്നു. തബുലു മിയത്തെ അൽഫിയും വസമാനിയ അലാഫ്, അതായത് 2,80,000 കിട്ടുന്നു. 2,08,000 കിട്ടുന്നു. അതിൽ ഒയുക്കസമദാലിക്ക അല സിത്തിമിയ, ഇതിപ്പോൾ അപ്പോൾ ടോട്ടൽ 2,08,000 ദിർഹമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഹരിക്കുന്നു. എന്തായിട്ട് 600 എന്താണ് ദിർഹമാണ് ദമസ്കസത്തെ ഒരു റിത്തിൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അടിച്ച് നോക്കുമ്പോൾ 346 അല്ലേ. അപ്പോൾ 346 എന്താണ് എന്ത് റാത്തൽ ആണ് എന്ത് 5 വസ്ക് എന്ന് പറഞ്ഞാൽ ദമസ്കസത്തത് വെച്ച് നോക്കുമ്പോൾ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വബി ദിമഷ്കി സലാസുമിയ വസിത്തത്തും അർബൗന പിന്നെന്താണ് സുലുസാനി പറഞ്ഞില്ലേ. ആ സുലുസാനി 0.66. ഓക്കെ, ശ്രദ്ധിച്ചു. അപ്പോൾ അത് മനസ്സിലായിണ്ടാവും. അപ്പോൾ യൊക്കുസമദാലി കാല സിത്തിമിയ, അത് സിത്തിമിയയിൽ നമ്മൾ കിസ്മാക്കുന്നത് ഡിവൈഡ് ചെയ്യുന്നത് അരിശില്ലേ. യൊക്കുസമു അരിശ് കണ്ടോ. പിന്നെ ഹൊറജുബിൽ കിസ്മത്തി മാതുക്കിറ, അപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് 346 അവിടെ കിട്ടുന്നു മാതുക്കിറ അല്ലേ. പിന്നെ ഓക്കെ, ഇനി കൊൽത്തു അല്ല അസഹ്. അപ്പോൾ കുറച്ച് കണക്കൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത ക്ലാസ്സിന് അസഹ് നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.